ഹലോ, അപ്പോൾ അത് ഉത്രാടം ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എപ്പോഴത്തെയും പോലെ കാലത്ത് നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ഭഗവാൻ ഇതാ വിളക്ക് കത്തിച്ചു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളം ഇടണം. അപ്പോൾ ഇന്നും മഴ തന്നെയാണ്. അത് കാരണം നമ്മൾ ശരിക്കത്തെ പൂക്കളം ഒരുക്കുന്നത് സിറ്റൗട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് പൂക്കൾ കൂടാണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ചെണ്ടുമല്ലി, വാടാമല്ലി, അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനേട്ടനെ തൃപ്തിയാവാൻ വേണ്ടി മുറ്റത്ത് ചെറിയൊരു പൂക്കളം ഇട്ടു. പിന്നെ സിറ്റൗട്ടിൽ ഇതാ ഈ പൂക്കളം ഇട്ടു കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. മുറ്റത്തിട്ട പൂക്കളൊക്കെ ഇതാ കുറച്ച് ഒലിച്ചു പോകാൻ തുടങ്ങി. പിന്നെ വന്നതാ ചായ കുടിക്കാൻ നിന്നു കേട്ടോ. കാലത്ത് വെച്ച ചായയൊക്കെ തണുത്ത് പോയി വീണ്ടും ചൂടാക്കിയിട്ടാണ് കുടിച്ചത്. അപ്പോൾ കാലത്ത് കഴിക്കാനായിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയും സാമ്പാറും നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉച്ചക്കലേക്കുള്ള വിഭവങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഉത്രാടം അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കി. അപ്പോൾ ആ കൂടെ നമുക്ക് സേമിയ പായസം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് കാലമായി എല്ലാവരും കഴിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ഇന്ന് ഉത്രാടം ദിവസമായിട്ട് നമുക്ക് ശർക്കര ഉപ്പേരി, പിന്നെ ചിപ്സ്, ഒരു നാരങ്ങ തോരൻ, മസാലക്കറി, പിന്നെ സാമ്പാർ, പപ്പടം, ചോറ്, പിന്നെ ഒരു ചെറിയൊരു സേമിയ പായസം. പൊന്നൂസിന് ഇന്നലെ രാത്രി മുതൽ തലവേദനയാണ് കേട്ടോ. അതാണ് മോന്ത ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നത്. കാലത്ത് പൂക്കളം ഇടാനൊന്നും വിളിച്ചിട്ട് വന്നില്ല. എന്തായാലും സദ്യ കൊടുത്തപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴിച്ച് കഴിച്ചിട്ടുണ്ട്. ഒരു പായസം എങ്ങനെ കഴിക്കാന്നുള്ള ക്ലാസ്സാണ് മോനേട്ടൻ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും തിരുവോണത്തിനിടാനായിട്ട് ഒരു നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഭഗവാന് ചെറിയൊരു പൂമാലയും കൂടെ കൊടുത്തു കേട്ടോ. അപ്പം ഇന്ന് ഇത്രയുള്ളേ.